ഇതിപ്പോ എവിടെയെന്ന് വെച്ചിട്ടാ നമ്മൾ പരിശോധിക്കുന്നത്? അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? നമുക്ക് ഒന്നുകൂടെ കറങ്ങി നോക്കാം. എന്തെങ്കിലും തുമ്പ് കിട്ടാതിരിക്കില്ല. ആ, ചേട്ടാ നമസ്കാരം. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും കുറച്ച് ദിവസം മുമ്പ് ആക്സിഡന്റ് വല്ലതും നടന്നായിരുന്നോ? പുരിയല്ലേ? ചേട്ടാ നിന്നെ ഈ അതായത് ഈ കൊഞ്ച നാളേക്ക് മുന്നാടി ഇവിടെ ആക്സിഡന്റ് വല്ലതും കണ്ടോ? தெரியாது தம்பி. ശ്ശൂ. ആ, ചേച്ചി ചേച്ചി ഒരു മിനിറ്റ്. അഞ്ജലി, ഒരു പയ്യൻ വരുന്നുണ്ട്. അവനെ കണ്ടാൽ അറിയാം ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള കൂട്ടത്തിലാണ്. നമുക്കിന്ന് ചോദിക്കാം. വാ. தம்பி சௌக்கியமா? என்ன வேணும்? கொஞ்ச நாள் முன்னாடி இந்த பக்கத்துல ஏதாவது ஆக்சிடென்ட் நடந்தது தெரியுமா? நீங்க கேரளாவா? ஆமா ஆமா. கொஞ்ச நாள் முன்னாடி இங்க பக்கத்திலே ஒரு ஆக்சிடென்ட் நடந்திருக்கு. ஆனா அத பத்தி சொல்லணும்னா எனக்கு காசு தருவியா? காசா? അല്ല എവ്വളോ തരണം? நீ ஊருக்கு புதுசு தானே? சரி ஒரு 500 ரூபாய் கொடு. 500 രൂപയോ? എന്തിന്? உங்களுக்கு தானே தகவல் தேவைப்படுது. அப்ப காசு கொடு. தேங்க்ஸ். ഞാനൊരു വിഷയം சொல்றேன், நல்லா கேட்டுக்கோ. அங்க ஒரு மலையாளத்தன் கோவில் இருக்கு, பாத்தியா? தோ அங்க. ஆமா. அங்க கோவில் பக்கம் போய் நிதானமா அங்க இங்க பாரு. அங்கதான் கொடிய ஆக்சிடென்ட் நடந்தது. ആണോ? വാ. ദേ അവിടെ.
വാ. ഡാ. നിക്കടാ. അണ്ണേ നന്ദി. എന്താ എത്ര ചിരിക്കാൻ? അല്ല, ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള പയ്യൻ തിരുട്ട് പയ്യനായി പോയല്ലോ എന്ന് ഓർത്ത് ചിരിച്ചതാ. അയ്യോ. ഇപ്പോഴത്തെ പിള്ളേരെ ഓടിച്ചിട്ട് പിടിക്കാൻ പാടാ. അല്ലെങ്കിൽ അവൻ വിവരം അറിഞ്ഞാലേ. തന്നെ തന്നെ. ഏതായാലും 500 രൂപ പോയത് വേറെ ആരോടും പറയാൻ നിക്കണ്ട. താൻ വാ, നമുക്ക് ഒന്നുകൂടെ നോക്കാം. വാ. ആ. അമ്പാടി പറഞ്ഞ സൂചന വെച്ച് നോക്കുമ്പോ നമ്മൾ ജീപ്പ് നിർത്തിയിടുന്നതായിരിക്കും അവര് സ്കൂട്ടർ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ. ആ അതെ, നമ്മൾ ക്രോസ് ചെയ്ത ട്രാക്ക് വിട്ട് നമ്മൾ വന്ന വഴിയിലൂടെ നീങ്ങിയാൽ ഇതുവഴിയാണ് എത്തുക. ആ. ഇത് നോക്കിയഞ്ജലി, ഇവിടുന്ന് വഴി രണ്ടായിട്ട് പിരിയാണല്ലോ. ഇവിടുന്ന് അവർ എങ്ങോട്ട് പോയി കാണുന്ന ഒരു ഐഡിയയും കിട്ടുന്നില്ല. രാജീവേ നോക്ക്. വാ. വാ. രാജീവ്, ദേ വാ. അമ്പലം പൂട്ടിയിരിക്കുകയാണല്ലോ. നമുക്ക് ആ കമ്മിറ്റി ഓഫീസിൽ പോയി നോക്കാം. വാ. വാ, എവിടെ? ഹലോ, ഇങ്ങ ആരും ഇല്ലയാ? അതെ, ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആരും ഇല്ലാന്ന് തോന്നുന്നു. നമസ്കാരം അണ്ണേ. നമസ്കാരം. അതായത് ഇങ്ങ വന്ന് അന്ത CCTV വർക്ക് ആയിരിക്കുമോ അതോ കഷ്ടപ്പെടണ്ട. മലയാളിയാണോ? എന്നാ മലയാളം പറഞ്ഞാ മതി. റെയിൽവേ ട്രാക്കിന് ഇപ്പുറം കേരളമാ. ബോർഡ് വായിച്ചില്ലേ?
ആണല്ലേ? ആ, അതെ ചേട്ടാ, ഒരു മിനിറ്റ് ഫോണിൽ നിന്ന്. ഇത് മതി. ഈ ഫോട്ടോ ഒന്ന് നോക്കൂ ഏട്ടാ. ശരി ഏട്ടാ, ഇത് പിടിച്ചോളൂ. വാ വരൂ. വാ. വാ. വരൂ. രാജുവേ, പത്മ. മതി മതി മതി, നിർത്തിക്കേ. ഞാനേ സാറിനൊന്ന് വിളിച്ച് പറയട്ടെ. താങ്ക് യു. ആ നന്ദകുമാർ സാർ, ഒരു ഇൻഫർമേഷൻ ഉണ്ട്. രണ്ടുപേരും ഉണ്ടല്ലേ? വാ. ആ ദാ, ഞാൻ ഡോക്ടറെ കണ്ടിരുന്നു. നീ ഡിസ്ചാർജ് ആയല്ലേ? ആ പിന്നല്ലാതെ, എന്നും ഇവിടെ ഇങ്ങനെ കിടക്കാൻ പറ്റില്ലല്ലോ. അതൊക്കെ പോട്ടെ, നീ പോയ കാര്യം എന്തായി? ആദ്യം അത് പറ. അത് പിന്നെ അളിയ, കാര്യങ്ങൾ പോസിറ്റീവാ. പക്ഷെ നമുക്കങ്ങ് കൃത്യമായിട്ട് പത്മയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്താ നടന്നത്? നീ അത് പറ. അമ്പാടിയുടെ നറേഷൻ ഫോളോ ചെയ്യായിരുന്നു ഞങ്ങള്. അങ്ങനെ ഞങ്ങളും ആ സ്പോട്ടിലെത്തി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നിയ കോമൺ ആയിട്ടുള്ളൊരു നിഗമനം പറയട്ടെ. അന്നേ ദിവസം റെയിൽവേ ട്രാക്കിനടുത്ത് നാട്ടുവഴിയിൽ വെച്ച് നിങ്ങൾ ആക്രമിക്കപ്പെട്ടതും അവരെ പിടിക്കാതിരിക്കാൻ നിങ്ങൾ തിരിഞ്ഞോടി ട്രാക്കിലേക്ക് കയറിയതും സത്യമാണ്. അന്നേ ദിവസം റെയിൽവേ ട്രാക്കിനടുത്ത് നാട്ടുവഴിയിൽ വെച്ച് നിങ്ങൾ ആക്രമിക്കപ്പെട്ടതും അവരെ പിടിക്കാതിരിക്കാൻ നിങ്ങൾ തിരിഞ്ഞോടി ട്രാക്കിലേക്ക് കയറിയതും സത്യമാണ്. പക്ഷെ നിങ്ങളെ കൂടാതെ മറ്റൊരാൾ കൂടി അപ്പോ ആ സ്പോട്ടിലുണ്ടായിരുന്നു. ആത്മഹത്യ ചെയ്യാൻ ഉറപ്പിച്ച് പത്മയെ പോലെ തന്നെ പർദ്ദ ധരിച്ച നസീമ.
പത്മ ഗുണ്ടകളിൽ നിന്നും രക്ഷപ്പെട്ട് പാഞ്ഞു വന്ന ട്രെയിനിന് മുന്നേ ട്രാക്ക് ക്രോസ് ചെയ്ത് രക്ഷപ്പെട്ടു. വില്ലന്മാര് മാർഗതടസ്സം വന്ന് നിസ്സഹായരായി നിന്നു. പക്ഷേ മുന്നിലൂടെ പാഞ്ഞു വരുന്ന ട്രെയിൻ കണ്ട് നസീമ ഉന്മാദത്തോടെ മുന്നോട്ട് തന്നെ കുതിച്ച് ട്രെയിനിന് മുന്നിൽ ചാടുകയായിരുന്നു. ഇതറിയാത്ത നിന്റെ മൊഴി അനുസരിച്ച് പോലീസ് ആദ്യം തെറ്റിദ്ധരിച്ചത് പർദ്ദ അണിഞ്ഞ ആ കുട്ടി പത്മയാണെന്ന്. പക്ഷെ പത്മ അപ്പം അവിടെ ഉണ്ടായിരുന്നതേയില്ല. ഇതറിയാത്ത നിന്റെ മൊഴി അനുസരിച്ച് പോലീസ് ആദ്യം തെറ്റിദ്ധരിച്ചത് പർദ്ദ അണിഞ്ഞ ആ കുട്ടി പത്മയാണെന്ന്. പക്ഷെ പത്മ അപ്പം അവിടെ ഉണ്ടായിരുന്നതേയില്ല. അപ്പോ അവള് ജീവിച്ചിരിപ്പുണ്ടല്ലേ അളിയ? യെസ്, ആ ഒരു വിശ്വാസത്തിലാണ് ഞാനും അഞ്ജലി അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നും കൂടി അവിടെ വരെ ഒന്ന് പോയാലോ? ഞാനും കൂടെ വരാം. നിങ്ങളിങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ എനിക്കും എന്തോ വല്ലാത്തൊരു പ്രതീക്ഷ പത്മയെ കാണാൻ പറ്റുമെന്ന്. തീർച്ചയായിട്ടും അവള് തിരികെ വരും. അല്ല, നമ്മൾ അവളെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരും. എന്നിട്ട് അങ്ങോട്ട് നിങ്ങൾ ഒരുമിച്ച് ഒരുപാട് കാലം ജീവിക്കുകയും ചെയ്യും. വി പ്രോമിസ്. താങ്ക്സ് എ ലോട്ട്. എനിക്ക് വക്കീലിനെ വിശ്വസിക്കാമല്ലോ അല്ലേ? അതെന്തോന്ന് ചോദ്യോളിയാ? എന്റെ പെണ്ണും പിള്ള ഒരു വാക്ക് പറഞ്ഞ വാക്കല്ലേ? ഒരു തടവ സൊന്ന 100 തടവ സൊന്ന മാതിരി. എന്താ പെണ്ണും പിള്ളേ, അപ്പടിത്താനേ? அப்படித்தான் ஐயா. இது இந்த லேடி ரஜினிகாந்திന്റെ സത്യം. പിന്നെ സാറേ, ഇത് വേണോ? ഇതിനു മുമ്പ് ഇവിടെ വന്നപ്പോഴൊക്കെ നമുക്കാ തിരിച്ചടി കിട്ടിയത്. തന്റെ പേരെന്താ? തോമസ്. അല്ലാതെ തോമാസ് എന്നല്ലോ. സർ, കൂടുതലിട്ട് ഉണ്ടാക്കാൻ വരല്ലേ? 10-25 കൊല്ലമായി ഈ പണി തുടങ്ങിയിട്ട്. മനസ്സിലായോ? സർ. പിന്നെ നോക്കി നിൽക്കാതെ പോയി തപ്പടോ. സർ. എന്താ സാറേ, എന്താ പ്രശ്നം? മാറിയേക്ക് അങ്ങോട്ട്. എന്താ ഇത്? നിങ്ങൾ എന്താ ഈ കാണിക്കുന്നേ? ആരാ? അയ്യോ, ഇതെന്ത് പാട് സാറേ, നിങ്ങൾ എന്ത് അന്യായി കാണിക്കുന്നേ? ഇവിടെ ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടില്. ആ മതി. അതെ,
ആ WCP ഓടി ഒന്ന് അകത്ത് കയറി തല കാണിച്ചേ. ഇല്ലെങ്കിൽ പിന്നെ അതിന്റെ പേരിൽ നിയമം പഠിക്കാൻ ചിലർ ഇറങ്ങിക്കളയും. ആ സൗദാമിനി, നിങ്ങൾ ആ കുളിമുറി വരെ തുറന്നു വേണം തപ്പാൻ. പറയാൻ പറ്റത്തില്ല അവളെ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്. സർ, മനം പോലെ മംഗല്യം. നമ്മുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം ഒരു പോക്ക് പോയി. ഈ ഒരുമ്പെട്ടവളെ എല്ലാം നശിപ്പിച്ചു.